പറവൂർ നിയോജക മണ്ഡലത്തിലെ നന്ദി പര്യടനത്തിന് വേണ്ടിയിട്ടാണ് നേരത്തെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. സെന്റ് ജോസഫ് പള്ളിയിൽ നിന്നാണ് ഈ നന്ദി പര്യടനം ആരംഭിക്കുന്നത്. അതിനുശേഷം വരാപ്പുഴയിൽ നിന്ന് പറവൂരിലേക്ക് യാത്ര തിരിക്കും. നേരത്തെ ഇന്നലെ നമ്മൾ കണ്ടതാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴുള്ള ജനാരവവും അതോടൊപ്പം തന്നെ CM എന്ന വിളികളും ഒക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. അതിന്റെ ഒരു തുടർച്ച തന്നെയായിരിക്കും ഈ പര്യടനത്തിലും ഉണ്ടാകുക എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വലിയ ഒരു ജനക്കൂട്ടം റോഡ് ഷോയായാണ് അദ്ദേഹം പറവൂരിൽ സ്വന്തം മണ്ഡലത്തിലേക്ക് പോകുന്നത്. കഴിഞ്ഞ 2001 മുതൽ പറവൂർ അദ്ദേഹത്തെ കൈവിട്ടിട്ടില്ല. ഇത്തവണ അദ്ദേഹം പറവൂരിന്റെ നായകൻ മാത്രമല്ല കേരളത്തിന്റെ കൂടി നായകനാകും എന്ന പ്രതീക്ഷയാണ് അദ്ദേഹത്തിനൊപ്പമുള്ള പ്രവർത്തകർക്കെല്ലാം ഉള്ളത്. ആ ആവേശം പ്രവർത്തകർക്കിടയിലുണ്ട്. അത് ഇന്നലെ നമ്മൾ കണ്ടതാണ്. തിരക്ക് അതിന് സമാനമായ തിരക്കാണ് ഇത്തവണ ഈ വരാപ്പുഴയിൽ നിന്ന് ആരംഭിക്കാൻ പോകുന്ന ഈ റോഡ് ഷോയിലും ഉള്ളത്. ആ തിരക്കിനൊരു കുറവുമില്ല. അവരിവിടെ എത്തിയിരിക്കുന്നത് തങ്ങളുടെ മുഖ്യമന്ത്രി എന്ന രീതിയിൽ തന്നെയാണ് പല ആളുകളുമായി സംസാരിക്കുമ്പോഴൊക്കെ വ്യക്തമാക്കുന്നത്. ആ ഒരു പിന്തുണ ഉറപ്പിക്കുക, അത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അതായത് വീഡിക്കൊപ്പം ഞങ്ങളുണ്ട്, ഇത്രയധികം ആളുകളുണ്ട് എന്ന് കാണിക്കേണ്ട ഉത്തരവാദിത്തം വീഡിയോയുടെ അണികൾക്കുണ്ട്. ആ ഉത്തരവാദിത്തമാണ് അവർ ഇന്നലെ മുതൽ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് പലയിടങ്ങളിലായി. ഇനിയിപ്പോൾ തീരുമാനമെടുക്കേണ്ടത് ഹൈക്കമാൻഡൊക്കെയാണ്. പക്ഷേ തീരുമാനം എന്തായാലും ഞങ്ങൾക്ക് വി ഡി സതീശനാണ് ഞങ്ങളെ നയിച്ചത്, ഞങ്ങളുടെ മുഖ്യമന്ത്രി വി ഡി സതീശനാണ് എന്ന നിലപാടിൽ തന്നെയാണ് ഈ കൂടി നിൽക്കുന്ന ജനങ്ങൾ, അത് കോൺഗ്രസിന്റെ അണികൾ എല്ലാവരും ഉള്ളത്. അദ്ദേഹം അവിടെ നിന്ന് പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി തുറന്ന ജീപ്പിൽ വരാപ്പുഴയിലേക്ക് വരാപ്പുഴയിൽ നിന്ന് പറവൂരിലേക്ക് യാത്ര തിരിക്കുമെന്നാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെയാണ്. അതിനുശേഷം ഈ പര്യടനം പൂർത്തിയായ ശേഷം ഇവിടെ നിന്ന് തിരുവനന്തപുരത്തേക്ക് അദ്ദേഹം പോകും. അവിടെ കേന്ദ്ര നിരീക്ഷകരൊക്കെ കോൺഗ്രസിന്റെ നിരീക്ഷകരൊക്കെ എത്തുന്നുണ്ട്. അവരെ കാണും. അതിനുശേഷം ആയിരിക്കും ബാക്കി തുടർ നടപടിയൊക്കെ. വലിയ ആത്മവിശ്വാസത്തിലാണ് വി ഡി ക്യാമ്പ് ഉള്ളത്. കാരണം അത്രമേൽ കഠിനാധ്വാനം വി ഡി സതീശൻ എന്ന ഈ മനുഷ്യൻ ഈ ഭരണം നേടിയെടുക്കുന്നതിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അർഹമായ പരിഗണന അദ്ദേഹത്തിന് ലഭ്യമാക്കണം. അതിലൊരു തരത്തിലുള്ള കോംപ്രമൈസിനും ഞങ്ങളില്ല എന്ന് പലതവണ ഫ്ലെക്സുകളിലൂടെ പോസ്റ്റുകളിലൂടെയൊക്കെ അവരറിയിച്ചതാണ്. അതിന് ഇനി ഒപ്പം നിന്ന് അങ്ങനെ അറിയിക്കണമെങ്കിൽ അതിനും ഞങ്ങൾ തയ്യാറാണ് എന്ന് പറയുന്ന ഒരാൾക്കൂട്ടം, ഒരു ജനം, ഒരു അണികളുടെ ഒരു കരുത്തൊക്കെയാണ് നമ്മളിവിടെ കാണുന്നത്. അത് വരും ദിവസങ്ങളിലും എറണാകുളത്ത് ആ കരുത്തിന്റെ പരിച്ഛേദങ്ങളൊക്കെ കാണാൻ സാധിക്കും. എറണാകുളത്തെ സംബന്ധിച്ച് പ്രത്യേകിച്ച് കോൺഗ്രസിന് ഇടതു തരംഗം ഉണ്ടായ സമയത്ത് പോലും എറണാകുളം ജില്ല UDF-നൊപ്പം അല്ലെങ്കിൽ കോൺഗ്രസിനൊപ്പം അടിയുറച്ച് നിന്നിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ അത് കുറച്ചുകൂടി ഊട്ടിയുറപ്പിച്ച് 14 എന്ന ക്ലീൻ സ്വൈപ്പിലേക്ക് പോയി. അത് വി ഡി സതീശന്റെ ഒരു കോൺഫിഡൻസ് അതിൽ കൂടി എടുത്തു പറയേണ്ടതാണ്. കാരണം 14 സീറ്റിൽ 5 ഇവിടെ ഇടതുപക്ഷം ഉണ്ടായിരുന്നത്. അതിൽ ചില സീറ്റുകൾ അദ്ദേഹത്തോട് വ്യക്തിപരമായി സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞത്